ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലഷ് വിത്ത് ആര്യ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ പർപ്പിളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്കൊരു ഫേസ് ക്ലേ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചില വീഡിയോസിലൊക്കെ യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അവർ ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതാണ് പാക്കറ്റ്. ഞാൻ ഓൾറെഡി ഇത് പൊട്ടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, 2-3 തവണ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നോ, അല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയണ പോലെ അത്രയും നല്ലൊരു ക്ലേ ആണോ അത് എനിക്ക് നോക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് ആർട്സ് ഗുഡ്നെസ്സിൻ്റെ ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ് കേട്ടോ. ഇത് നമ്മൾ മുൾട്ടാണി മുട്ടിയില്ലേ, അതിൻ്റെ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു ടെക്സ്ചറാണ്. ഇതിൻ്റെ കളറ് വന്നിട്ട് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. പക്ഷേ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കളറ് വരും കേട്ടോ, ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് സോഴ്സ്ഡ് ഫ്രം ഫ്രാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ട്ലി ഫ്രം ഫ്രാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഗ്രീൻ ക്ലേ ഹെൽപ്പ് എക്സ്ഫോളിയേറ്റ് ദ സ്കിൻ ആൻഡ് റെഡ്യൂസ് ദ ബ്ലെമിഷസ് ആൻഡ് ദ ടൈറ്റൻ പോഴ്സ് ടൈറ്റൻ ചെയ്യാനും ബ്ലെമിഷസ് കുറയ്ക്കാനൊക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ക്ലേ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ 100% പ്യുവർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് 50 ഗ്രാമിൻ്റെ പ്രോഡക്റ്റിന് ഇതിൻ്റെ 100 റുപ്പീസാണ് ഇതിന് വരുന്നത് കേട്ടോ. അപ്പോൾ 100 റുപ്പീസിന് ഈ ഒരു ക്ലേ വാങ്ങി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വർത്ത് ആണോ എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2-3 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എനിക്കിത് വല്ല യൂസ്ഫുൾ ആയോ എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചിട്ട് അതിൽ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, വാട്ടർ ആണ് അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ക്ലേയിൽ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വാട്ടറിന് പകരം തൈരോ നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ടബിളായി തോന്നുന്നത് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം, വെള്ളത്തിന് പകരം കേട്ടോ. അപ്പം ഞാൻ ഇതെങ്ങനെ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു പൗഡർ വരുന്നത്. ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്ര ഉണ്ടായിരുന്നു, ഞാൻ ഇത്ര ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ എടുക്കുക. നമ്മളിത് അപ്ലൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് കൂടുതലായി പോകും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുത്തിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. കുറച്ച് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് കൈ കൊണ്ട് തന്നെ മിക്സ് ആക്കണ്ടേ. എനിക്കിത് ഉപയോഗിച്ചിട്ട് എങ്ങനെ റിസൾട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം, അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ അവരിതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് അപ്ലൈ ചെയ്യണ സമയത്ത് നമുക്ക് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത്, അതിന് മുമ്പ് തന്നെ വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫേസിൽ നിന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലേ നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തൊരു പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം പാച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മുടെ ഫേസാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ എൻ്റെ സ്കിന്നിന് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ല നിങ്ങളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കിൻ ആയിരിക്കില്ല നിങ്ങളുടെ. അപ്പോൾ എന്ത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിനിത് ഇറിറ്റേഷൻ ആണെങ്കിൽ നിങ്ങളിത് അവോയ്ഡ് ചെയ്യുക, പിന്നെ ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ വെറും വേസ്റ്റ് ആക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോഡിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ 50 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഒരുപാട് ഡ്രൈ ആവണ്ട, അതിന് മുമ്പ് തന്നെ ആയിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ ഒരു ഇറിറ്റേഷൻസ് ഒന്നും ഫീൽ ചെയ്യണില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് എന്താ തോന്നിയിരിക്കും, ഭയങ്കര കൂളിംഗ് ആണ് കേട്ടോ. അതൊന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഭയങ്കര കൂളിംഗ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫേസിൽ ഇത് ഇട്ടാൽ നല്ല തിളക്കം വരും, നന്നായിട്ട് ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഞാൻ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഇതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരുപാട് തിക്കായിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് തിൻ ലെയർ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി ബാക്കി വന്നു. അപ്പോൾ നമ്മുടെ കുറച്ചെടുത്താൽ മതി, കുറച്ചെടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കൂടുതലായിട്ട് വന്നുവെങ്കിൽ കഴുത്തിൽ അപ്ലൈ ചെയ്യാം. ഞാൻ അങ്ങനെ വിടണം, കുഴപ്പമില്ല. ചിലർക്ക് ഇത് ഉപയോഗിച്ച് ചിലപ്പോൾ കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. എക്സസ് ആയിട്ട് വരുന്ന ഓയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ മുൾട്ടാണി മിട്ടില്ലേ, ആ ഒരു ഇത് തന്നെയാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ. പക്ഷെ ഇതിന് അത്രമാത്രം
ഫ്രാൻസിൽ നിന്നാണ് ഇതിൻ്റെ സോഴ്സ്, ഫ്രാൻസിൽ നിന്നൊക്കെയാണ് ഇത് കൊണ്ടുവരുന്നത്, അവിടുത്തെ ഒരു ക്ലേ ആണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഗ്രീൻ ക്ലേ എന്ന് കണ്ടപ്പോൾ എനിക്ക് ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമ്മളായിട്ട് ഇനി ട്രൈ ചെയ്ത് നോക്കാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവട്ടെ കേട്ടോ, ഒന്ന് ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൈറ്റനിങ് തരുന്നുണ്ട്, പിന്നെ സ്കിൻ സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു നമുക്ക് കൂളിംഗ് ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ചിലപ്പോൾ ഈ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും റിസൾട്ട് നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇമ്പ്യൂരിറ്റീസ് ഞാൻ ഫേസിൽ നിന്ന് തുടച്ചിട്ട് തരാം. അപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് തരുന്നുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോഴ്സസ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും നമ്മുടെ എക്സസ് ആയിട്ട് വരുന്ന ഓയിൽസ് അപ്പം പ്രൊഡക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എക്സ്ട്രീമായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആകുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് ഇടുമ്പോൾ. ഓയിലി സ്കിൻ നോർമൽ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്, കുറച്ച് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ചെറിയൊരു ബ്രൈറ്റനിങ് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് കുറച്ച് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത് കേട്ടോ. ഒരുപാട് അടിപൊളി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഈ ഒരു ക്ലേ ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്താണെങ്കിൽ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.